ഹായ് നമസ്കാരം. ഇസൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതാവാൻ കാരണമാകുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അതായത് പ്രശ്നം ഗുരുതരമാകാം, റിലേഷൻഷിപ്പ് ഇല്ലാതാവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അത് നീക്കം ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആ ബന്ധം വേണമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. സോ ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ആ സ്ലോ പോയിസൺസ് എന്നുള്ളത് നോക്കാം. ഇതിലുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറയാതെ തന്നെ മനസ്സിൽ വെച്ചിട്ടുള്ള കുറേ എക്സ്പെക്ടേഷൻസ് ആണ്. അതായത് ഒരുപാട് ആളുകളുടെ വലിയൊരു മിസ്റ്റേക്കാണ് അവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ, പ്രതീക്ഷകളൊന്നും അവർ തൻ്റെ പാർട്ട്ണറോട് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അതെല്ലാം നടക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. ഇത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് പറയാതാവുന്ന സമയത്ത് അവർക്ക് അറിയില്ല നമ്മുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളുണ്ട്, അല്ലെങ്കിൽ അത്തരം ആഗ്രഹങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും അവർക്ക് ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ചില സാഹചര്യങ്ങളിലൂടെ പോകുന്ന സമയത്ത് അതറിയാൻ പറ്റുന്നുണ്ടാവും, ആൾക്ക് ഇന്ന കാര്യം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇതപ്പോൾ ആൾക്കൊരു ആഗ്രഹമുള്ള ഒരു കാര്യമാണെന്നുള്ളതൊക്കെ ചിലപ്പോൾ അറിയാനുള്ള സാധ്യത ഉണ്ട്. അതല്ലാതെ അതിന് മറ്റൊരു സൂചനകളും കിട്ടാതെയോ അല്ലെങ്കിൽ നമ്മൾ തുറന്നു പറയാതെയോ അവർക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല നമ്മുടെ ഉള്ളിലുള്ളത് എന്താണ്, നമ്മുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. സോ തുറന്നു പറയുക. തുറന്നു പറയാതിരുന്ന് കഴിഞ്ഞാൽ അവരത് ചെയ്തു തരൂല്ല, മീൻസ് അവർക്ക് ചെയ്തു തരാൻ പറ്റൂല. അവർ ചെയ്തു തരാതെ ആവുന്ന സമയത്ത് നമ്മൾക്ക് വല്ലാത്തൊരു അവരോടൊരു ഇഷ്ടക്കേടും ഒക്കെ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നീട് അവരെ വിട്ട് പോവാനായിട്ടുള്ള ഒരു ആഗ്രഹമാണ് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ പറയാതെയുള്ള പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബന്ധത്തെ ഗുരുതരമായിട്ട് തന്നെ ബാധിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലാണ് അങ്ങനെ ആഗ്രഹങ്ങൾ ഉള്ളതെങ്കിൽ ഒന്നില്ലെങ്കിൽ അവരോട് തുറന്നു പറയുക, ഇല്ലെങ്കിൽ ആ ആഗ്രഹം ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയില്ല, ഞാൻ ചുമ്മാ ഒരു ഇതിൽ പറഞ്ഞതാണ്. അങ്ങനെയല്ല, ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ചെയ്തു തരാൻ പറ്റുന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നടക്കാണ്ട് വിട്ട് കളയേണ്ടി വരുമ്പോൾ അത് പിന്നീട് വേറൊരു പ്രശ്നമായിട്ടും വേറൊരു സങ്കടമായിട്ടൊക്കെ നമ്മുടെ ഉള്ളിൽ വരും. അപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകളൊക്കെ അവരോട് തുറന്നു പറയുക. അതാണ് ഒരു ബന്ധം എന്ന് പറയുന്നത്. പരസ്പരം നല്ല രീതിയിൽ മനസ്സിലാക്കി സ്നേഹിക്കുമ്പോഴാണ് അവിടെ യഥാർത്ഥമായുള്ള സ്നേഹം വരുള്ളൂ, സന്തോഷം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നടത്തിത്തരാൻ പറ്റുന്നതാണെങ്കിൽ അവർ നടത്തിത്തരും, അതല്ലെങ്കിൽ പറ്റുന്ന സമയത്ത് അവർ ചെയ്തു തരും. അപ്പോൾ പറയാതിരിക്കരുത്. പറയാതിരുന്നാൽ അതൊരു പോയിസൺ ആണ്. സോ അത് മനസ്സിലെപ്പോഴും വെക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, മിക്ക ആളുകൾക്കുള്ളൊരു കാര്യമുണ്ട്, ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്, ഞാനാണ് ശരി, നീ പറയുന്നത് ഫുള്ള് തെറ്റാണ്, നീ പറയണതൊന്നും ശരിയല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് വരുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ പറയും, ഞാൻ ചെയ്തതൊക്കെ ശരിയാണ്, എൻ്റെ ചിന്തകളൊക്കെ ശരിയാണ് എന്ന് നമ്മൾ പറയും. പക്ഷേ അത് ശുദ്ധ മണ്ടത്തരമാണ്, നമ്മൾ പറഞ്ഞതൊക്കെ വിഡിത്തമാണെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയണ്ടാവും. എന്നാൽ നമ്മൾ വിട്ടുകൊടുക്കില്ല. അപ്പം അവിടെ നമ്മൾ വിചാരിക്കാൻ നമ്മുടെ വിജയം മാത്രമാണ്, ഞാനാണ് ശരി എന്നുള്ളത് പറഞ്ഞ് അങ്ങോട്ട് വിജയിക്കണം എന്ന് ചോദിച്ചിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒരിക്കലും അത് ശരിയല്ല. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരു ദിവസം നമ്മളോട് വെറുപ്പ് തോന്നും. ഇതിപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒക്കെ അവരുടെ ഭാഗത്ത് ശരിയെന്ന് പറയണത്, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് മാത്രമാണ് ശരി, ഞാൻ ചെയ്യുന്നതൊന്നും ശരിയല്ല, എപ്പോഴും തെറ്റായിട്ടാണ് പറയുന്നത് എന്നുള്ള ചിന്തകളൊക്കെ അവർക്ക് വരുന്നുള്ളതാണ്. അപ്പം അതൊരിക്കലും നല്ലൊരു കാര്യമല്ല. ആരുടെ ഭാഗത്താണ് ശരിയെന്നുണ്ടെങ്കിൽ ആ ഒരു ശരിയുടെ ഭാഗത്ത് നിൽക്കുക. അതല്ലാതെ ഞാനാണ് നീയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല കാര്യമല്ല. അത് പിന്നീട് ഒരു വഴക്കിലൊക്കെയാണ് വരിക. ആ ചെറിയൊരു വഴക്കിലായിരിക്കും ചിലപ്പോൾ വലിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയൊക്കെ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നോ കോംപ്രമൈസ്. കോംപ്രമൈസ് ഒന്നിനും തയ്യാറാവാതിരിക്കുക എന്നുള്ളതാണ്. ഇതും കുറേ പേർക്ക് വരുന്നൊരു കാര്യമുണ്ട്. വേറെ ഒന്നല്ല, ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് ഒരിക്കലും ഒരു സോറി പറയുകയോ ഇല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലൊരു പിണക്കുണ്ടായി കഴിഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവാതിരിക്കുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യേണ്ടാവുക. മിക്കപ്പോഴും അവർ തന്നെ ആയിരിക്കും ഒരു കോംപ്രമൈസിന് വേണ്ടി വരുന്നുണ്ടാവുക. നമ്മൾ വിചാരിക്കും അതിനിപ്പോൾ എന്താ, അവർ വന്നു കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആവുന്നുണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ അതിൽ കാര്യമില്ലല്ലോ. അവർ കുറച്ച് കഴിയുമ്പോൾ, അതായത് 4-5 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടായി, അപ്പോൾ അവരെന്നെ വന്നിട്ട് മിണ്ടുകയാണ്, അല്ലെങ്കിൽ അവരെന്നെ അത് കോംപ്രമൈസ് ചെയ്യുകയാണ്. അപ്പോൾ പിന്നീട് ഒരു 5ാമത്തെ പ്രാവശ്യം ഒരു വഴക്കുണ്ടാകുമ്പോൾ അവരിങ്ങനെ വിചാരിക്കും, ഇതിപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാത്തിനും പോണത്, അപ്പോൾ എനിക്കാണ് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുള്ളത്, അവർക്ക് തീരെ ആഗ്രഹമൊന്നുമില്ല, പിന്നെ ഞാനെന്തിനത്ര കഷ്ടപ്പെടണം എന്ന് വിചാരിച്ചിട്ട് അവരും വരാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്താവും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഭാവി? അത് നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോയത് അവർ മുൻകൈ എടുത്തുകൊണ്ടാണ്, അവർ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടാണ്. അപ്പോൾ അത് ആ ഒരു ചിന്ത അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്, ഞാനാണ് എപ്പോഴും ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാനൊന്നും നിങ്ങൾ അതൊരു എഫേർട്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ മുൻകൈ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ആ ബന്ധത്തിന് നല്ലതാവില്ല. അത് മെല്ലെ മെല്ലെ
ആ ഒരു പ്രശ്നമായി മാറാനും അതല്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ ഇഷ്ടക്കേട് വരാനും റിലേഷൻഷിപ്പ് അവസാനിക്കാനുമുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുക എന്നൊക്കെ നമ്മൾ പറയും. റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കാൻ തയ്യാറാവാതെ തന്നെ ഇരിക്കുക. അങ്ങനെ ചെയ്യുന്നത്, അതായത് തീരെ പക്വത കാണിക്കാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ എന്ത് വന്നു കഴിഞ്ഞാലും അതൊക്കെ തന്നെ പാർട്ട്ണറുടെ തലയിലിടുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവരുടെ പാർട്ട്ണറായിട്ട് വരണമെന്ന് അവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ചൊക്കെ പക്വതയുള്ള, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിവുള്ള, തയ്യാറാവുന്ന ഒരു പേഴ്സണെയാണ്. ഇപ്പോൾ ഒരു മാരേജ് റിലേഷൻഷിപ്പിലേക്ക് അവർ പോവുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലും ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാത്തൊരു പേഴ്സണെ കല്യാണം കഴിക്കാൻ ആരെല്ലാം തയ്യാറാവും? ഇല്ല. കാരണം ഭാവി ജീവിതത്തിന് രണ്ടുപേർക്കും ഒരേപോലെ തന്നെ ഒരു തുല്യ ഉത്തരവാദിത്തമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മാത്രം ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ വരണം എന്ന് വിചാരിക്കില്ലല്ലോ. നമ്മളിപ്പോഴും നോക്കുക, തുല്യമായിട്ട് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റും എന്ന് ആ ഒരു മനസ്സുള്ള ഒരു പേഴ്സണെ തന്റെ പാർട്ട്ണർ ആക്കണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് എല്ലാവരും വിചാരിക്കേണ്ടാവുക. നിങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളെ അവർ സ്നേഹിക്കാനുള്ള സാധ്യത കുറവാണ്. നിലവിലുള്ള സ്നേഹം പോലും ഇല്ലാതാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതും നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സ്ലോ പോയിസൺ ആണെന്ന് തന്നെ നമുക്ക് പറയാം. മെല്ലെ മെല്ലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇല്ലാതാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ കയ്യിലാണുള്ളത്. ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് നിങ്ങളാണ്. മാറ്റം വരുത്തേണ്ടതും ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടതും നിങ്ങൾ തന്നെയാണ്. സോ എല്ലാവരുടെ ബന്ധവും നന്നായിട്ട് തന്നെ പോട്ടെ. എല്ലാവരും ആഗ്രഹിച്ചതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. പ്രശ്നങ്ങളൊക്കെ എല്ലാ ബന്ധങ്ങളിലും വരും, എങ്കിലും അതൊക്കെ പെട്ടെന്ന് പറഞ്ഞ് സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല ഹാപ്പി ആയിരിക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്